ഹായ് ഹലോ, നമ്മൾ എക്യുപ്മെൻറ്റ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹാൻഡ് കട്ടറും അതിൻ്റെ ബ്ലേഡുകളുമാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു സേഫ്റ്റി എക്യുപ്മെൻറ്റ് പരിചയപ്പെടാം. ഇതെന്ന് വെച്ചാൽ ഇയർ മഫ് എന്നാണ് ഇതിൻ്റെ പേര്. ഹെവി ഡ്യൂട്ടി ഹെവി സൗണ്ട് ഡെസിബൽ സൗണ്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് ചെവിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നുള്ള ആ ശക്തമായിട്ടുള്ള സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇയർ പ്രൊട്ടക്റ്റ് ചെയ്യാനുമാണ്, പൊടിയൊന്നും കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഇത് ഉപകാരപ്പെടും. പിന്നെ ഇത് യൂണിവേഴ്സലാണ്, നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഓൺലൈൻ അവൈലബിൾ ആണ്. 450 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കിനി കട്ടറിലേക്ക് കിടക്കാം. നമ്മുടെ ഇവിടെ യൂസ് ചെയ്യണത് 3 ഹാൻഡ് കട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ബോഷിൻ്റെ കട്ടറാണ്. രണ്ടാമത് വരുന്നത് കുമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കട്ടറാണ്. മൂന്നാമത് വരുന്നത് ആക്യുറേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് മൂന്നും അതിൻ്റെ ബ്ലേഡിൻ്റെ വ്യത്യാസത്തിലാണ് ഇത് പറയുന്നത്. ഇത് വളരെ ചെറുതാണ്, ഇത് അതിൻ്റെ തൊട്ട് മുകളിലും ഇതും ആ സൈസ് തന്നെയാണ് വരുന്നത്. നമുക്കിനി ഓരോ ബ്ലേഡുകൾ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് വരുന്നത് 3 ബ്ലേഡാണ് കട്ടറിന് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് സാധാരണ മരം മുറിക്കാനും പ്ലൈവുഡ് കാര്യങ്ങൾക്കൊക്കെ മുറിക്കാനുള്ള ബ്ലേഡാണ്, നോർമൽ ബ്ലേഡാണ് ഇത്. രണ്ടാമത് വരുന്നതെന്ന് വെച്ചാൽ മെറ്റൽ മുറിക്കാനുള്ള ബ്ലേഡാണ് വരുന്നത്. മൂന്നാമത് പറഞ്ഞു വെച്ചാൽ ടൈല് അങ്ങനത്തെ മാർബിൾ കട്ട് ചെയ്യാനുള്ള ബ്ലേഡാണിത്. നമ്മുടെ ഈ 3 കട്ടറിൽ ഏറ്റവും പുതിയതായിട്ട് മേടിച്ച കട്ടറാണ് ഈ ആക്യുറേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. മറ്റ് കട്ടറുകൾ ഇല്ലാത്തൊരു ഗുണം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ പൊടി വലിച്ചു കളയാനുള്ള ഒരു നോസിൽ ഇവരൊരു കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഒരു കവറിങ് ഉണ്ടായിരുന്നു ഇതിനെ. നമ്മളത് അയച്ചു കളഞ്ഞേക്ക് പൊടി കയറി തിങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാക്വം ചെയ്യാനുള്ള ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇത് അയച്ചു കളഞ്ഞേക്കുവാണ്. നമ്മൾ ഉള്ളിൽ ഇൻറ്റീരിയറിലൊക്കെ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ വാക്വം വെക്കുകയാണെങ്കിൽ പൊടി ഉള്ളിലേക്ക് വലിച്ചു പോയിട്ട് പൊടി പുറത്തേക്കൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ കട്ടർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നീക്കി പിടിച്ച് യൂസ് ചെയ്യണം. നമ്മൾ ഹെവി നല്ല കട്ടിയുള്ള തടിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇത് കയറി തിങ്ങാനുള്ള ചാൻസ് ഉണ്ട്. തിങ്ങിക്കഴിഞ്ഞാൽ ഈ കട്ടർ റിട്ടേൺ വരും. ഈ കട്ടറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് തടിയുടെ കനത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ബേസ് നമുക്ക് താത്തവും പൊക്കവും ചെയ്യാം. ഇപ്പോൾ ഒരു 1 ഇഞ്ച് കനമുള്ളതാണെങ്കിൽ നമ്മൾ ആ 1 ഇഞ്ചിന് കറക്റ്റ് 1 ഇഞ്ച് കുറച്ച് കൂട്ടിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പൊടി എടുക്കാനൊക്കെ നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ 2 കട്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഈ കട്ടറിനെ നമുക്ക് ഇതിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് എന്തോരം പലയ്ക്ക് വീതി വേണം, പല ചട്ടമൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തോരം നീളം വേണം, അതിനനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് ഓൾറെഡി ഇതിനകത്തുണ്ട്. ഇവിടെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. നമ്മൾ ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് ഇവിടെ 2 ലോക്ക് വരുന്നുണ്ട്, ഓപ്പോസിറ്റും ഉണ്ട്. അത് 2 നമ്മൾ ടൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തടിയിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട്, ഇപ്പം നീളമുള്ളൊരു തടിയാണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ലെവലിന് കട്ട് ചെയ്ത് വിടാം. പിന്നെ നമ്മൾ കട്ടർ യൂസ് ചെയ്യുമ്പോൾ കുറേ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു തടി അടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് അതിനെ മേളിൽ കയറ്റി വെച്ചാൽ ഈ ബ്ലേഡ് നിലത്തേട്ട് മുട്ടാതിരിക്കുകയോ ചെയ്യും. 1-2 ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിച്ച് വയ്ക്കാനും നമുക്ക് പറ്റുന്നതാണ് കട്ടർ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ കട്ടർ അറിയാണ്ട് വെച്ച് കഴിഞ്ഞ് നമ്മൾ കൈ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സേഫ് നമ്മളിപ്പോൾ ഇങ്ങനെ വെക്കുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യം പരിചയപ്പെട്ടതാണ് ഇത് നമുക്ക് എപ്പോഴും വെച്ച് വർക്ക് ചെയ്യണമാണ് എപ്പോഴും നല്ലത്. ഹെവി ഡെസിബിൾ സൗണ്ട് വരുന്നത് ഇത് വെച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇയറിന് അത് കംപ്ലയിൻറ്റ് വരാറുണ്ട്. നമ്മളിവിടുത്തെ അച്ഛനും വലിയച്ഛനൊക്കെ ഓൾറെഡി ചെവിക്ക് ചെറിയ കംപ്ലയിൻറ്റ് ഹെവി ഡെസിബിൾ സൗണ്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് ഓൺലൈനിൽ നോക്കി നമ്മൾ കണ്ട് ഇത് മേടിച്ച് കൊടുത്ത അവർക്ക്. പിന്നെ നമ്മളെപ്പോഴും ഇതുപോലുള്ള ഹാൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സേഫ്റ്റി ഗ്ലൗസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യേണ്ടതാണ്. ഈ ഹാൻഡ് കട്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ റിട്ടേൺ വരുന്ന അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കറങ്ങുന്നത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കറക്കി വിടുമ്പോൾ ഇതിങ്ങനെ പോയി തട്ടിയിട്ട് എവിടെയെങ്കിലും തടി ടൈറ്റ് വരുമ്പോൾ തിങ്ങിയിട്ട് ഈ സാധനം റിട്ടേൺ കറങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടർ പുറകിട്ട് വരും. അങ്ങനെ പുറകിട്ട് വരുമ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവുകയും നമ്മുടെ ദേഹത്തേട്ട് ഇത് വന്ന് ചാടുകയും അപ്പോൾ ഓൺ കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും കുറച്ച് നീക്കി പിടിച്ചിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇത് ഉപയോഗിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ഹാൻഡ് കട്ടർ 3 നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ഇത് അല്ലാതെ നമുക്ക് ഹെവി ഡ്യൂട്ടി ഹൈ പവർ വരുന്ന കട്ടറുകൾ വേറെ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് കട്ടറും അതിൻ്റെ ബ്ലേഡുകളും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു എക്യുപ്മെൻ്റ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.